ഇനി ഹദീസ് പറയാനുള്ള സാഹചര്യം അതാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ദഖലൽ മസ്ജിദ യുസല്ലി. അദ്ദേഹം പറയാണ്, അന്ന റജുലൻ, ഒരു മനുഷ്യൻ, ദഖലൽ മസ്ജിദ, പള്ളിയിൽ പ്രവേശിച്ചു, യുസല്ലി, നിസ്കരിക്കുവാനായി. ഒരു മനുഷ്യൻ പള്ളിക്ക് നിസ്കരിക്കാനായി പ്രവേശിച്ചു. ഏത് നിസ്കാരം പറഞ്ഞിട്ടില്ല, ഫർളാണോ സുന്നത്താണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഏതുമാകാം. എന്നാൽ 2 റക്അത്ത് നിസ്കരിച്ചു എന്നാണ് റിപ്പോർട്ടിലൊക്കെ വന്നത്. അതുകൊണ്ട് അത് ഫർളായിരുന്നില്ല. നബിയുടെ പള്ളിക്കലുണ്ട്, നബിയുടെ കൂടെ സ്വഹാബിമാരുണ്ട്, ഇവിടെ ഔദ്യോഗിക ജമാഅത്തിൽ പങ്കെടുത്തതാണെങ്കിൽ ഈ സാഹചര്യം ഉണ്ടാവുകയില്ല. അപ്പോൾ ഒരു മിക്കവാറും പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് തഹിയ്യത്താകാനാണ് സാധ്യത. പള്ളി കയറി വന്നു, ദഖലൽ മസ്ജിദാണോ, പള്ളിയിൽ പ്രവേശിച്ചു എന്നാണ്, പള്ളിയിൽ കയറി നിസ്കരിച്ചു, പിന്നെ ഇറങ്ങാൻ പുറപ്പെടുമ്പോഴാണ് വിളിച്ചിട്ട് പറഞ്ഞത് ഒന്നുകൂടെ നിസ്കരിക്കുക. അപ്പം ആ നിസ്കാരം സ്വാഭാവികമായും ഒരു തഹിയ്യത്ത് നിസ്കാരം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുന്നത്ത് നിസ്കാരം അതാവാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ ഒരു മനുഷ്യൻ ദഖലൽ മസ്ജിദ, അദ്ദേഹം പള്ളിയിൽ പ്രവേശിച്ചു, യുസല്ലി, നിസ്കരിക്കുവാനായി, അഥവാ പള്ളിയിൽ കയറി നിസ്കരിച്ചു അർത്ഥം. ഒരാൾ പള്ളിയിൽ കയറി നിസ്കരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ നാഹിയത്തിൽ മസ്ജിദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ നാഹിയത്തിൽ മസ്ജിദി, പള്ളിയുടെ ഒരു ഭാഗത്ത് ഉണ്ട്. നാഹിയ എന്ന് പറഞ്ഞാൽ ഭാഗം, പള്ളിയുടെ ഒരു വശത്ത് നബി തങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. ചില റിപ്പോർട്ടുകളിൽ നബിയുടെ കൂടെ സ്വഹാബിമാരും ഉണ്ട് എന്ന് കാണാൻ പറ്റും. രണ്ടാമത്തെ റാബിയായ റിഫാഅത്ത് ബിൻ റാഫി അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ നബിയുടെ കൂടെ ഇരിക്കുകയായിരുന്നു അത്. അപ്പം നബിയുടെ കൂടെ സന്നിഹിതമായവരിൽ അബൂ ഹുറൈറ ഉണ്ട്, അതേപോലെ റിഫാഅത്തും അവിടെയുണ്ട്. റിഫാഅത്ത് ഹദീസ് ഉദ്ധരിക്കുമ്പോൾ പറഞ്ഞ വാക്കതാണ്, ഒരാൾ വന്ന് നിസ്കരിച്ചു, വനഹ്നു ജുലൂസുൻ മഅ റസൂലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരാൾ വന്ന് നിസ്കരിച്ചു. ആള് ആര് എന്നത് ഈ റിപ്പോർട്ടിൽ എവിടെയും നേക്കുന്ന പേര് പരാമർശിച്ചിട്ടില്ല. എന്നാൽ മറ്റു ചില റിപ്പോർട്ടുകളിൽ പേരൊക്കെ പറഞ്ഞു കാണുന്നു. പക്ഷെ അതെത്ര സ്ഥിരപ്പെട്ടതാണോ അല്ലേ എന്നതൊക്കെ ചില വീഴ്ച വ്യത്യാസങ്ങളുണ്ട്. ആരാണെങ്കിലും നമ്മെ സംബന്ധിച്ചത് വലിയ ഘടകമല്ല. സ്വഹാബിയാണെന്ന് ഉറപ്പാണ്, അദ്ദേഹമാണ് പള്ളി വന്ന് ഈ നിലക്ക് നിസ്കരിച്ചത് എന്ന് വ്യക്തം. അദ്ദേഹം വന്നു നിസ്കരിച്ചു. ഫജാഅ ഫസല്ലമ അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫജാഅ, അദ്ദേഹം വന്നു, അങ്ങനെ ഫസല്ലമ, സലാം പറഞ്ഞു, അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അടുത്ത് വന്നത് സലാം പറഞ്ഞു. മറ്റു പല റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് നിസ്കാരം കഴിഞ്ഞ ശേഷമാണ്. അത് അങ്ങനെ തന്നെ പറഞ്ഞില്ലെങ്കിലും ശേഷം കിട്ടുമെന്ന്. എന്നാൽ ഇതിനകത്ത് എടുത്തു പറഞ്ഞില്ല, പള്ളി നിസ്കരിക്കാനായി കയറി നബിയോട് സലാം പറഞ്ഞു എന്നുള്ളത്. എന്നാൽ മറ്റു ഒരുപാട് റിപ്പോർട്ട് വരുമ്പോൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു, നബിയോട് സലാം പറഞ്ഞു എന്ന് തന്നെ വ്യക്തമായി വന്നിട്ടുണ്ട്. അപ്പം പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ചു, ശേഷം നബിനെ പള്ളി കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ചെന്നിട്ട് നബിയോട് സലാം പറഞ്ഞു. ഫഖാൽ, അപ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു, ഇർജിഅ് ഫസല്ലി ഫഇന്നക ലം തുസല്ലി. ഇർജിഅ്, നീ മടങ്ങിപ്പോവുക, ഫസല്ലി, നീ നിസ്കരിക്കുക, ഫഇന്നക, തീർച്ചയായും നീ, ലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല, അതുകൊണ്ട് പോയിട്ട് ഒന്നുകൂടെ നിസ്കരിക്ക് എന്ന് പറഞ്ഞു. ബുഖാരിയുടെ തന്നെ മറ്റു റിപ്പോർട്ടിൽ നബി തങ്ങൾ ഫറദ്ദ അലൈഹി, നബി സലാം മടക്കി എന്ന് പ്രത്യേകം വന്നിട്ടുണ്ട്. സലാം പറഞ്ഞു, നബി സലാം മടക്കി. സലാം മടക്കിയ ശേഷമാണ് എന്തു പറഞ്ഞത്, നീ പോയി വീണ്ടും നിസ്കരിക്കുക എന്ന് പറഞ്ഞത്. അപ്പം ഇവിടെ നബിയും സഹാബിയും ഒന്നിച്ചിരിക്കുകയാണ്. പക്ഷെ വന്ന് സലാം പറഞ്ഞത് അതേ നബിയോടാണ് സലാം പറഞ്ഞത്. അപ്പം അങ്ങനെ വേണമെങ്കിൽ പറയാം എന്നതിന് കിട്ടും. ഒരാളിരിക്കുന്നു, ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിന് മാത്രം സലാം പറഞ്ഞപ്പോൾ ഇവിടെ നബിയാണ്. അപ്പം അങ്ങനെ ഒരാളെ പ്രത്യേകം ഒരു കൂട്ടത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സലാം പറയുന്നതിനോ സംസാരിക്കുന്നതിനോ വിരോധമില്ല എന്ന് ഈ സംഭവം അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ആലിം അല്ലെങ്കിൽ ആ നിലക്ക് ഒരു ആദരിക്കപ്പെടുന്ന ഒരാൾ, സദസ്സിലേക്ക് വരുന്ന ഒരാളുണ്ട്, ആ കൂട്ടത്തിൽ നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരാളുമുണ്ട്. നിങ്ങൾ വേണ്ടോ അസ്സലാം വലൈക്കും എന്നാണ്. എന്താ അപ്പം മൂപ്പർക്ക് മാത്രം സലാം പറ്റുന്നു? അങ്ങനെ പറ്റും. ഇവിടെ നബിയും സഹാബികളും ഒന്നിച്ചിരിക്കുമ്പോഴാണ് കയറി വന്ന് ഫസല്ലമ അലൻ നബിയ്യി, നബിയോട് അദ്ദേഹം സലാം പറഞ്ഞു എന്ന് പ്രത്യേകമായി വന്നു. നബി ആ സലാം മടക്കുകയും ചെയ്തു. ഇനി മാത്രമല്ല, ഒരു സംഘമായിരിക്കുമ്പോൾ ഒരാൾ മടക്കിയാൽ മതി. ഒരു സദസ്സിലേക്ക് കയറി വന്നു, സലാം പറഞ്ഞു, എല്ലാവരും മടക്കൽ നിർബന്ധമില്ല. നമ്മൾ കാസർഗോഡ് ഒരാൾ വന്നു സലാം പറയുകയാണെങ്കിൽ ഒരാൾ മടക്കിയാൽ ബാധ്യത കഴിഞ്ഞു. ആരും മടക്കിയില്ലെങ്കിൽ എല്ലാവർക്കും ഒരു ബാധ്യത ഉണ്ട്. ഒരാൾ സലാം മടക്കിയാൽ തന്നെ ബാക്കി എല്ലാവരുടെ ബാധ്യതയും വീടി. അപ്പം എല്ലാവരും കൂടി
സലാം മടക്കണം എന്നില്ല, മടക്കിയ നല്ല കാര്യം എന്ന് പറയുന്ന കാര്യം. പക്ഷേ മടക്കിയില്ലെങ്കിൽ തെറ്റൊന്നുമല്ല, ഒരാൾ മടക്കി ചൊല്ലിയാൽ തന്നെ ആ ബാധ്യത നിർവഹിക്കപ്പെടും. ഈ സംഘമായി വരികയാണെങ്കിൽ ഒരാൾ ചൊല്ലിയാലും മതി. പിന്നെ 5-6 ആൾ ഒന്നിച്ച് കയറിയാണ്, എല്ലാവരും ഇങ്ങനെ അസ്സലാമു അലൈക്കും അസ്സലാം എന്ന് കേൾക്കാൻ ആവശ്യമില്ല. ഒരാൾ സലാം പറഞ്ഞാൽ മതി. ആ സലാം എല്ലാവർക്കും ബാധകമായി പരിഗണിക്കപ്പെടും സംഘമായി വരികയാണെങ്കിൽ. നിസ്കാരം പ്രതീക്ഷിച്ചവർക്ക് സലാം പറയാം. നിസ്കാരത്തിലാകുമ്പോൾ സലാം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. നിസ്കാരത്തിലാകുമ്പോൾ അതേപോലെ പിന്നെ ഖുർആൻ ആളോട് സലാം പറയൽ സുന്നത്തില്ല എന്നുണ്ട്. സലാം ഒരു ഖുർആൻ ഓതുകയാണ്, അവിടെ അയാൾ സലാം പറയൽ അങ്ങനെ എന്തില്ല, സുന്നത്തില്ല. അയാൾക്ക് മടക്കൽ വാജിബാണോ അല്ലേ എന്നുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഞാൻ അപ്പം മടക്കിയില്ല, ഖുർആൻ കഴിഞ്ഞിട്ട് മടക്കിയാലും തെറ്റൊന്നുമല്ല എന്നാണ് അതിലുള്ള പൊതുവെ അഭിപ്രായം. ഭക്ഷണം കഴിക്കുന്ന ആൾ, അതേപോലെ മലമൂത്ര വിസർജനം നിർവഹിക്കുന്ന ആൾ, അവരോടൊക്കും എന്തില്ല, സലാം മടക്കൽ ആ സമയത്ത് അവർക്ക് ബാധ്യതയില്ല. സലാം പറയാം, പക്ഷെ പറഞ്ഞാലൊക്കെ മടക്കൽ നിർബന്ധമില്ല. സമയത്ത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് മടക്കിയാലും മതി. ഞാൻ മടക്കിയില്ലെങ്കിൽ അയാൾ ഇങ്ങനെ കുറ്റക്കാരനല്ല എന്നാണ് പൊതുവെയിലുള്ളത്. 10 സന്ദർഭം അങ്ങനെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതിൽപ്പെട്ടാണ് ഇതൊക്കെ.